പ്രസവിച്ചയുടനെ മാതാപിതാക്കൾ കുഴിച്ചുമൂടിയ കുട്ടികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. അമ്മ അനീഷയുടെ നൂലുവള്ളിയിലെ വീട്ടുപറമ്പിൽ നിന്നും പിതാവായ ഭവിന്റെ ആമ്പലൂരിലെ വീടിന് സമീപത്തെ തോട്ടിൽ നിന്നും കുഴിച്ചിട്ട ശരീര അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് അപകടം. ഒരാളെ കാണാതായി, മറ്റൊരാൾ നീന്തി രക്ഷപ്പെട്ടു. ICSE സോൺ ഇ ഖോഖോ ചാമ്പ്യൻഷിപ്പ് ആളൂർ സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ നടന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നായി 22 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പ്രസവിച്ചയുടനെ മാതാപിതാക്കൾ കുഴിച്ചുമൂടിയ കുട്ടികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. അമ്മ അനീഷയുടെ നൂലുവള്ളിയിലെ വീട്ടുപറമ്പിൽ നിന്നും പിതാവായ ഭവിന്റെ ആമ്പലൂരിലെ വീടിന് സമീപത്തെ തോട്ടിൽ നിന്നും കുഴിച്ചിട്ട ശരീര അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. പോലീസും ഫോറൻസിക് സംഘവും ചേർന്നായിരുന്നു പരിശോധന. ഇരിങ്ങാലക്കുട RDO P ഷിബു പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട RDO P ഷിബു പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വകുപ്പ് മേധാവി ഡോക്ടർ AK ഉന്മേഷ്, ചാലക്കുടി DYSP ബിജുകുമാർ, പുതുക്കാട് SHO മഹേന്ദ്ര സിംഹൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മുഖ്യപ്രതിയായ അനീഷയുടെ വീട്ടിലാണ് ആദ്യം പരിശോധന നടത്തിയത്. തിങ്കളാഴ്ച രാവിലെ 10:30 എത്തിയ അന്വേഷണ സംഘം ഇവിടെ പറമ്പിൽ കുഴിച്ചിട്ട ആദ്യത്തെ കുട്ടിയുടെ അസ്ഥികൾ കണ്ടെത്തി. ഉച്ചയോടെ രണ്ടാം പ്രതിയായ ഭവിന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിൽ നിന്ന് രണ്ടാമത്തെ കുട്ടിയുടെ അസ്ഥികളും കണ്ടെത്തി. നടപടിക്രമങ്ങളുടെ ഭാഗമായി ശരീരഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുമെന്നും കണ്ടെടുത്ത അസ്ഥികൾ മരിച്ച കുട്ടികളുടേത് തന്നെയെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു. ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും DNA പരിശോധന ഉൾപ്പെടെ നടത്തുമെന്നും DYSP ബിജുകുമാർ പറഞ്ഞു. സംഭവത്തിൽ പ്രതികളല്ലാതെ കൂടുതൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസിന് അറിവില്ല. അനീഷ 2 തവണ ഗർഭിണിയായതും പ്രസവിച്ചതും നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയതും ആരും അറിഞ്ഞില്ലെന്ന പ്രതികളുടെ മൊഴി പോലീസ് ഇപ്പോഴും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നും പോലീസ് പറയുന്നു. 2024 രണ്ടാമത്തെ പ്രസവം നടന്നത്. യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വച്ചായിരുന്നു പ്രസവം. തുടർന്ന് കുട്ടിയുടെ ഫോട്ടോ അനീഷ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു. 2 പ്രതികളെ സ്ഥലത്തെത്തിച്ചാണ് പരിശോധന നടത്തിയത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ പ്രതികളെ തിങ്കളാഴ്ച വൈകിട്ട് ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. മീഡിയ ടൈം, പുതുക്കാട്. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് അപകടം. ഒരാളെ കാണാതായി, മറ്റൊരാൾ നീന്തി രക്ഷപ്പെട്ടു. എറണാകുളം ജില്ലയിലെ തുരുത്തിപ്പുറം സ്വദേശി രാജുവിനെയാണ് കാണാതായത്. ഇയാളോടൊപ്പം വഞ്ചിയിലുണ്ടായിരുന്ന ബിനു നീന്തി രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി 8:30 കോട്ട തുരുത്തിപ്പുറം പാലത്തിന് സമീപം പുഴയിലായിരുന്നു അപകടം. തീരദേശ പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തി വരികയാണ്. അല്ല, അവിടെ ഊണിക്കുറ്റിമ്മ വീണ് കഴിഞ്ഞപ്പോ വഞ്ചി വീണ് കഴിഞ്ഞപ്പോ ഞാൻ ഊണിക്കുറ്റി പിടിച്ചു പുള്ളിക്കാരൻ പോയപ്പോ ഒരാഴ്ചത്തെ ഇവിടെ കയറിക്കോളാൻ പറഞ്ഞു. അവിടെ ആളിങ്ങനെ നീന്തി ഇങ്ങോട്ട് പോകും. എന്നൊക്കെ വന്നിട്ട് ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ വിളിച്ചു കൊടുക്കുന്നുണ്ട്. അതില്ല, വഞ്ചിക്ക് വന്നിട്ട് എന്നെ പിടിച്ച് കയറ്റിട്ട് വഞ്ചി അവിടെ കെട്ടിട്ടുണ്ട്. ഊണിക്കുറ്റിപ്പോ തന്നെ നീന്താൻ പറ്റൂല. അപ്പൊ എന്നോട് പറഞ്ഞു ഇറക്കം വലിവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ കയറിക്കോട്ടെ ഒരാഴ്ചന്ന് പറഞ്ഞു. കയറിക്കോളാന്ന് പറയുകയും ചെയ്തു. ഒരു 10-20 മീറ്റർ ഞാൻ കയറിക്കോളാന്ന് പറയുകയും ചെയ്തു എന്നോട്. ICSE സോൺ ഇ ഖോഖോ ചാമ്പ്യൻഷിപ്പ് ആളൂർ സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ നടന്നു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് പ്രൊഫസർ തുഷാര ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കെപ്പോഴും ഒരു പാഷൻ ഉണ്ടാവും. നമുക്കിങ്ങനെയുള്ള പാഷൻ ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ മറ്റു പല അനാവശ്യ ഭാഷണങ്ങളുടെ പുറകെ നമുക്ക് പോകേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ കുട്ടികളാണ്, നിങ്ങളുടെ ഏറ്റവും നല്ല കരിയറുകളിലേക്ക് നിങ്ങൾ ബിൽഡപ്പ് ചെയ്തു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് ഇവിടെ ആയിരിക്കുന്ന ഈ ഒരു ഗെയിമുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ലെവൽ വരെ എത്തി ഇവിടെ ഇരിക്കുന്ന ഈ മക്കളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇവരെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന ടീച്ചേഴ്സിനോട് ഞാൻ എൻ്റെ നന്ദി ബഹുമാനം അറിയിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കൊക്കോ പോലെയുള്ള ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ പാവപ്പെട്ടവൻ്റെ ഗെയിമാണെന്ന് വേണേൽ പറയുന്നത്. വേറൊന്നുമല്ല, നമുക്കിതിനൊരു ചെറിയ കുറച്ചൊരു ഏരിയ മതി. ഒരു ഇന്ത്യ
ഇന്ത്യൻ ഗെയിമാണ്. ഇപ്പോൾ അത് കുറേ കൂടെ സ്റ്റാൻഡേർഡായിട്ട് ഇൻഡോറിലൊക്കെ കളിക്കുന്ന ഒരു സെറ്റപ്പിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ പ്രകൃതിയോട് ചേർന്ന്, അതായത് മണ്ണിലാണ് കളിക്കുന്നത്. ആ മണ്ണിൽ നിന്നുള്ള എനർജിയും അതോടൊപ്പം തന്നെ നമ്മൾ മണ്ണിൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഗെയിമാണ് ഖോഖോ. സിസ്റ്റർ ആശ തെരേസ് അധ്യക്ഷത വഹിച്ചു. ക്രൈസ്റ്റ് വിദ്യാനികേതൻ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോയ് ആലപ്പാട്ട്, സിസ്റ്റർ ദീപ, ഫിലോമിന, സ്മിത എന്നിവർ സംസാരിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നായി 22 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. അണ്ടർ 14, അണ്ടർ 17, അണ്ടർ 19 എന്നീ 3 വിഭാഗങ്ങളിലായി 200-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി ആദരവ് പരിപാടി ആദരവാമൃതം സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നമ്മുടെ കൊച്ചുമക്കളെ എത്തിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നിറഞ്ഞ മനസ്സാണ്. സംസ്ഥാന സർക്കാർ വിദ്യാലയങ്ങളെല്ലാം മികവിന്റെ കേന്ദ്രങ്ങളാക്കുമ്പോൾ ആ മികവ് നികത്തിക്കൊണ്ടുപോകുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ്. നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം 100%ത്തിലേക്ക് എത്തിക്കുമ്പോൾ അധ്യാപകരും അതേപോലെ മാതാപിതാക്കളും വീട്ടംഗങ്ങളും ഉൾപ്പെടെ ഇതേപോലെയുള്ള സംഘടനകളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ്. പഴയ കാലങ്ങളിൽ ഇരുന്ന് പഠിക്കുന്ന പോലെയുള്ള ഒരു സ്കൂളുകളെല്ലാം ഇന്ന് നമ്മൾ കാണുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി കുട്ടികളുടെ മികവ് നമ്മൾ പുലർത്തിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം കലാകായിക രംഗത്തും തിളക്കമാക്കുകയാണ്. ഇന്ന് സമൂഹത്തിൽ കുട്ടികൾ മയക്കുമരുന്ന് അടിമപ്പെട്ടു കൊണ്ടുപോകുമ്പോൾ അവരെയൊക്കെ നമ്മൾ തേജോവധം ചെയ്തുകൊണ്ട് തന്നെ കൊച്ചുമക്കളെ നമ്മളോട് ഒപ്പം നിർത്തിക്കൊണ്ട് പോകേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അത്യന്താപേക്ഷിതമായ സമയങ്ങളാണ്. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ഉപദേശക സമിതി പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടോത്ത് അധ്യക്ഷത വഹിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പ് റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ സലജകുമാരി, മൃദംഗ വിദ്വാൻ സുജൻ പൂപ്പത്തി, NCC കേഡറ്റ് വിസ്മയ സുനിൽ, BSc കമ്പ്യൂട്ടർ സയൻസ് MG യൂണിവേഴ്സിറ്റി 2ാം റാങ്ക് ജേതാവ് ശ്രീറാം മേനോൻ, സ്കൂൾ ലെവൽ അണ്ടർ 17 കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നാഷണൽ ഗോൾഡ് മെഡൽ ജേതാവ് ദേവകൃഷ്ണ M ഗിരീഷ് എന്നിവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കുഴൂർ ദേവസ്വം ഓഫീസർ PV ജയകൃഷ്ണൻ, മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സരസു വിജയൻ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ഷേത്രം ശാന്തി സതീശൻ, സെക്രട്ടറി സജി ചന്ദ്രൻ, മറ്റു ഉപദേശക സമിതി അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പുത്തൻചിറ ഗവൺമെന്റ് UP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വീടുകളിൽ പതിക്കാനുള്ള ലഹരി വിരുദ്ധ സ്റ്റിക്കർ പ്രകാശനവും ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള നാടക തിയേറ്റർ ഉദ്ഘാടനവും നടത്തി. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ അഡ്വക്കേറ്റ് ശശികുമാർ ഇടപ്പുഴ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് KK യൂസഫ് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസറും ഗ്രാമിക സാംസ്കാരിക വേദി പ്രവർത്തകനുമായ അനീഷ് ഹാറൂൺ റഷീദ് സ്റ്റിക്കർ പ്രകാശനം നിർവഹിച്ചു. KN സജീവൻ, നിസാർ പാമ്പിനേഴത്ത, സുനിത N, സജിത CS എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി സുദീപ്തം പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. തുടർന്ന് നമ്മുടെ ഊർജം നല്ലതിന് മാത്രം എന്ന സന്ദേശവുമായി കുട്ടികളുടെ സൂംബ നൃത്തവും നടത്തി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മാള യൂണിറ്റ് ലൈഫ് ലൈൻ ക്യാമ്പയിൻ നടന്നു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് MK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. 31 വരെ രോഗികളോ അധികരിച്ചവരോ എന്നുള്ള വ്യത്യാസം കൂടാതെ ഏതൊരാൾക്കും ഇതിന്റെ അടിസ്ഥാന യോഗ്യത അവര് സംഘടനാ മെമ്പറായിരിക്കണം. വേറെ ഒന്നും നമ്മൾ അവരോട് ആവശ്യപ്പെടുന്നില്ല. അവരെ എല്ലാവരെയും തന്നെ നമ്മളുടെ ഈ നല്ലൊരു പദ്ധതിയിലേക്ക് അംഗത്വടിപ്പിച്ച് നിങ്ങളെ കൂടെ നിർത്താം. നിലവിലുള്ള സംഘടനാംഗത്വം വാർഷിക പരിസംഖ്യ അടച്ച് എല്ലാ വർഷവും അംഗത്വം പുതുക്കി സജീവ അംഗമായി നിലനിൽക്കുന്ന അംഗത്തിന് സംഘടനയിൽ നിന്ന് ലഭിക്കുന്ന മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. അതായത് ഇതും ഒരു ചോദ്യമാണ്, പലരും ചോദിക്കാറുള്ളതാണ്. ഞാൻ ലൈഫ് ലൈനിൽ ചേർന്ന് എനിക്ക് 10 ലക്ഷം മരിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിന് കിട്ടി. അപ്പോൾ സാറ് ഇൻഷുറൻസിൻ്റെ കാശ് കിട്ടില്ല, പിന്നെ അല്ലെങ്കിൽ
നമ്മുടെ സംസ്ഥാന വെൽഫെയറിന്റെ കാശ് പിന്നെ കിട്ടില്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒക്കെ കിട്ടും. മാള യൂണിറ്റ് പ്രസിഡന്റ് KB അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി PN സജീവ്, IK പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന ജില്ലാ വെൽഫെയർ ഫണ്ട് വിതരണം ചെയ്തു. കർഷക സംഘം അന്നമനട ടൗൺ മേഖലാ സമ്മേളനം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KV സിജു ഉദ്ഘാടനം ചെയ്തു. 2026 ഫെബ്രുവരി മാസത്തിൽ രാജസ്ഥാനിൽ വെച്ച് ചേരുകയാണ്. സമ്മേളനത്തിൻ്റെ അന്തിമ രൂപം നൽകാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അജണ്ടയിൽ നിശ്ചയിക്കണം എന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഓൾ ഇന്ത്യ കിസാൻ കൗൺസിൽ ഇന്നലെയും ഇന്നുമായി കണ്ണൂരിൽ ചേരുകയാണ്. ഇന്ന് വലിയ കണ്ണൂർ കേന്ദ്രീകരിച്ച് വലിയ കർഷക പ്രകടനത്തോടു കൂടിയാണ് ഓൾ ഇന്ത്യ കിസാൻ കൗൺസിൽ സമാപിക്കുന്നത്. ഇപ്പോൾ സമ്മേളനത്തിൻ്റെ അന്തിമ രൂപം ഇന്നത്തോടുകൂടി പ്രഖ്യാപിക്കും. കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം 2025 ഡിസംബർ മാസത്തിൽ ആലപ്പുഴയിലാണ് ചേരാൻ തീരുമാനിച്ചിരുന്നത്. T ശശിധരൻ, ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, TK ഉണ്ണികൃഷ്ണൻ, TK സതീശൻ, PV വിനോദ്, PA അനീസ്, KV അനിൽ, ശ്യാമള അയ്യപ്പൻ, വിനീത പ്രദീപ്, PK മോഹനൻ എന്നിവർ പങ്കെടുത്തു. പുത്തൻചിറ ശ്രീനാരായണ ധർമ്മ ട്രസ്റ്റിന്റെയും ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെയും ആഭിമുഖ്യത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ +2 വിദ്യാർത്ഥികളെ ഈ ഒരു റാങ്കിലേക്ക് A+ നേടുവാനായിട്ട് ഒരുക്കിയ അധ്യാപകരുണ്ട്, PTA ഭാരവാഹികളുണ്ട്, അതുപോലെ രക്ഷിതാക്കളുണ്ട്. ആ വിദ്യാർത്ഥിയെ സ്നേഹിക്കുന്ന OSAയുടെ ഒരുപാട് വ്യക്തിത്വങ്ങളൊക്കെ വിദ്യാലയങ്ങളെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് നല്ല രീതിയിലേക്ക് അവരുടെ A+ കരസ്ഥമാക്കാനായിട്ട് പരിശ്രമിച്ച A+ നേടിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആ വിദ്യാലയത്തിൻ്റെ അധ്യാപകരെയും ഈ അവസരത്തിൽ അനുമോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു വിദ്യാലയത്തിൻ്റെ, നമ്മുടെ ഗ്രാമത്തിൻ്റെ 2 വിദ്യാലയങ്ങളും നമുക്ക് 100% റിസൾട്ട് എന്നുള്ള രീതിയിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലെ ഒരു അധ്യാപകനാണ് നമ്മുടെ UT മാഷ്. റിട്ടയർ ചെയ്തു എന്ന് മാത്രമല്ല, എന്നിരുന്നാലും വിദ്യാലയത്തിൻ്റെ ഏതൊരു പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അറിവും ആ വിദ്യാലയത്തിനുണ്ട്. ട്രസ്റ്റ് ചെയർമാൻ CK യുധി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുൻ ഡെപ്യൂട്ടി കളക്ടർ KK സുരേഷിനെ MP സുധാകരൻ ആദരിച്ചു. SLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ 100% വിജയം നേടിയ GVHS സ്കൂളിനെയും LSS സ്കോളർഷിപ്പിൽ ഉന്നത വിജയം നേടിയ കണ്ണിക്കുളങ്ങര NSVUP LP സ്കൂളിനെയും മാള AO KK സുരേഷ് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് മോട്ടിവേഷൻ ക്ലാസും കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു. പ്രമുഖ കരിയർ ഗൈഡർ ബൈജു ആന്റണി ക്ലാസ് നയിച്ചു. വാർഡ് മെമ്പർ VA നദീർ, സംസ്ഥാന വനമിത്ര അവാർഡ് ജേതാവ് VK ശ്രീധരൻ, അധ്യാപക അവാർഡ് ജേതാവ് AR ദേവരാജൻ എന്നിവർ സംസാരിച്ചു. പുത്തൻചിറ ഫൊറോന പിണ്ടാണി സെന്റ് പോൾ കുരിശുപള്ളിയിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ കുർബാന, ജപമാല, പ്രദക്ഷിണം, നേർച്ച ഭക്ഷണം വിതരണം എന്നിവ നടന്നു. ഫാദർ ലിജോ കോങ്കോത്ത് കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മാള ലയൺസ് ക്ലബിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ലയൺസ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ടോണി എനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ നടന്ന വഴികളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ കാൽപ്പാടുകളുണ്ടോ? നിങ്ങളുടെ പിന്നാലെ വരുന്നവർക്ക് കാണാനായിട്ട്, അവരുടെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് എന്തെങ്കിലും കയ്യൊപ്പുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? മാള ലയൺസ് ക്ലബിനെ കുറിച്ച് പറയുമ്പോൾ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കേട്ടു. വളരെ മനോഹരമായ ഒരു റിപ്പോർട്ടായിരുന്നു. ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. എന്നിരുന്നാലും എനിക്ക് ചോദിക്കുവാനുള്ളത്, ആരെങ്കിലും നിങ്ങളുടെ ജീവിതം എന്ന യാത്രയിൽ നിങ്ങളുടെ കാൽപ്പാടുകൾ പതിപ്പിക്കാതെ കടന്നു പോയവരുണ്ടെങ്കിൽ
നിങ്ങളത് പതിപ്പിക്കണം. ഭാരവാഹികളായ പ്രസിഡന്റ് സെലിൻ ജെയിംസ്, സെക്രട്ടറി ഡോക്ടർ ജിജു തറകൻ, ട്രഷറർ സാലി പീറ്റർ എന്നിവരും മറ്റു ഭാരവാഹികളും ചുമതലയേറ്റു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി പഠനോപകരണ വിതരണവും, റീജിയണൽ ചെയർമാൻ രാജേഷ് ചികിത്സാ സഹായ വിതരണവും, വിമൽ വേണു ഫയർഫോഴ്സിനുള്ള റെയിൻകോട്ട് വിതരണവും നിർവഹിച്ചു. വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. പീറ്റർ പാറേക്കാട് സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറവൂർ ഏഴിക്കരായ് യൂണിറ്റ് കൺവെൻഷനും മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും നന്ദ്യാട്ടുകുന്നം പെൻഷൻ ഭവനിൽ വെച്ച് നടത്തി. ബ്ലോക്ക് സെക്രട്ടറി MK ചിദംബരൻ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NV സലീം അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് EV അലി മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി MR സാജൻ, KA ജോസഫ്, ട്രഷറർ CD മഹേശൻ, ജോയിന്റ് സെക്രട്ടറി KM ശശിധരൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രസവിച്ചയുടനെ മാതാപിതാക്കൾ കുഴിച്ചുമൂടിയ കുട്ടികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. അമ്മ അനീഷയുടെ നൂലുവള്ളിയിലെ വീട്ടുപറമ്പിൽ നിന്നും പിതാവായ ഭവിന്റെ ആമ്പലൂരിലെ വീടിനു സമീപത്തെ തോട്ടിൽ നിന്നും കുഴിച്ചിട്ട ശരീര അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് അപകടം. ഒരാളെ കാണാതായി, മറ്റൊരാൾ നീന്തി രക്ഷപ്പെട്ടു. ICSE സോൺ ഖോ ചാമ്പ്യൻഷിപ്പ് ആളൂർ സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ നടന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നായി 22 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.